ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നാളെ 2024 മാർച്ച് 25 ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അതായത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാളെ വസന്ത പൂർണിമയാണ്. പൗർണമി തിഥി ആരംഭിക്കുന്നത് 2024 മാർച്ച് 24 രാവിലെ 9:54 മുതൽ അവസാനിക്കുന്നത് 2024 മാർച്ച് 25 12:29 ആണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം വസന്ത പൂർണിമയായിട്ടാണ് ആഘോഷിക്കുന്നത്. ഇന്ത്യയിൽ വസന്തകാലത്തിൻ്റെ മധ്യത്തിൽ വരുന്ന പൗർണമി ദിവസത്തെയാണ് വസന്ത പൂർണിമ എന്ന് അറിയപ്പെടുന്നത്. നിറങ്ങളുടെ ഉത്സവമായ ഹോളിയുമായി ചേർന്നിരിക്കുന്നതിനാൽ ഈ വസന്ത പൂർണിമ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വസന്തകാലത്ത് പ്രകൃതിയിൽ വിവിധ തരത്തിലുള്ള നിറങ്ങളാണ് വരുന്നത് അല്ലേ. പലതരത്തിലുള്ള പൂക്കളുകൾ ഒക്കെ നമ്മുടെ ഈ പ്രകൃതിയിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഹോളിയും വസന്ത പൂർണിമയും ഒക്കെ ആഘോഷിക്കുന്നത്. നിറങ്ങളോടെ ഹോളി കളിക്കുന്ന ആചാരം ശ്രീകൃഷ്ണൻ്റെ കാലത്താണ് ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. രാധാറാണിയോടും ഗോപികമാരോടും കൂടി ഭഗവാനാണ് ഹോളി കളിക്കാൻ തുടങ്ങിയത്. അതായത് ശ്രീകൃഷ്ണനാണ് ഇതിന് തുടക്കം കുറിച്ചതെന്നാണ് പറയപ്പെടുന്നത്. വേദകാലത്ത് ജ്യോതിശാസ്ത്രം ഒരു വർഷത്തിൽ 6 ഋതുക്കളെയാണ് നിർവചിച്ചിരിക്കുന്നത്. ഈ ഋതുക്കൾ ഏതൊക്കെയാണ്? വസന്ത, ഗ്രീഷ്മ, വർഷ, ശരത്, ഹേമന്ത്, ശിശിർ. ഇന്ത്യയിൽ വസന്തകാലം ഫെബ്രുവരി 19 ആരംഭിച്ച് ഏപ്രിൽ 19 അവസാനിക്കും. അതിനാൽ ഈ കാലയളവിൽ വരുന്ന എല്ലാ ഹിന്ദു ഉത്സവങ്ങളും വസന്ത ഋതുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജന്മദിനമാണ് ഈ ദിവസം. അദ്ദേഹത്തിൻ്റെ 538ാമത്തെ ജന്മദിനമാണ് അന്നേ ദിവസം. ചൈതന്യ മഹാപ്രഭു ആരായിരുന്നു? ഒരു മികച്ച ആത്മീയ ആചാര്യനും ഗൗഡീയ വൈഷ്ണവ മതത്തിൻ്റെ സ്ഥാപകനും ആയിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും കാണുന്ന ഇസ്കോണിൻ്റെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത്? ചൈതന്യ മഹാപ്രഭു. ഒരു ഫാൽഗുണ പൂർണിമ ദിവസമാണ് അദ്ദേഹം ജനിച്ചത്. അതിനാൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുയായികൾ ഫാൽഗുണ മാസത്തിലെ ഈ പൗർണമി ദിനത്തെ ഗൗരപൂർണിമയായി ആചരിക്കുന്നു. ഇത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജന്മവാർഷികമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മഹാലക്ഷ്മി ജയന്തിയാണ്. അതായത് നമുക്കറിയാം മഹാലക്ഷ്മി പാലാഴിയിൽ നിന്നാണ് ഉദയം ചെയ്തത്. പാലാഴി മദന സമയത്ത് പാലാഴിയിൽ നിന്നും ഉയർന്നു വരികയും മഹാലക്ഷ്മി മഹാവിഷ്ണുവിനോടുകൂടി ചേർന്ന് നിൽക്കുകയും ചെയ്തു. ആ ദിവസമാണ് വസന്ത പൂർണിമ. അതുകൊണ്ട് തന്നെ ഈ വസന്ത പൂർണിമ ദിവസത്തെ ലക്ഷ്മി ജയന്തിയായിട്ടും ആചരിക്കുന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വസന്ത പൂർണിമയാണ്, അതുപോലെ തന്നെ ലക്ഷ്മി ജയന്തിയുമാണ്, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജയന്തിയുമാണ്. 538ാമത്തെ ബർത്ത് ആനിവേഴ്സറിയാണ് അന്നത്തെ ദിവസം ആചരിക്കുന്നത് വൈഷ്ണവർ. ഇനി മറ്റ് കുറച്ച് പ്രത്യേകതകളും കൂടിയുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ നമ്മൾ നാളത്തെ ദിവസം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, 2 കാര്യങ്ങൾ ചെയ്യണം. അതിൽ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലും മറ്റത് അടുത്ത വീഡിയോയുമായി പറയാം. നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം, നാളത്തെ ദിവസം പറ്റുന്നവരെല്ലാവരും തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുക. ഇത്രയും ചെയ്താൽ മതി. ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടം. ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണം. ഭഗവാനൊരു നെയ്വിളക്ക് സമർപ്പിക്കുക, കത്തിക്കുക. നെയ്യ് മേടിച്ചുകൊണ്ട് പോയി വിളക്ക് കത്തിക്കുക. അത് 5 തിരിയിട്ട് തന്നെ കത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീട്ടിലാണെങ്കിൽ നമ്മൾ 5 തിരിയിട്ട് നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുക. ഭഗവാന്റെ, അതായത് മഹാവിഷ്ണു സഹസ്രനാമങ്ങളും
മഹാലക്ഷ്മി സഹസ്രനാമങ്ങളും മഹാലക്ഷ്മി കവചവും അഷ്ടോത്തരവുമൊക്കെ ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതൊന്നും അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഓ മഹാവിഷ്ണുവേ നമേന്ന് 108 തവണയും ഓ മഹാലക്ഷ്മിയെ നമേന്ന് 108 തവണയും ജപിക്കുക, രാവിലെയും വൈകുന്നേരവും. നിർബന്ധമായും രാവിലെയും വൈകുന്നേരവും 2 തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുക. 5 തിരിയിട്ട വിളക്കിനെ ഭദ്രദീപം എന്നാണ് അറിയപ്പെടുന്നത്. മഹാലക്ഷ്മിക്ക് വളരെ ഇഷ്ടമാണ് 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത്. നമുക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും വിളക്ക് കത്തിക്കണമെങ്കിൽ രാവിലെയോ വൈകുന്നേരമോ നമുക്ക് തേങ്ങാദീപം കത്തിക്കാം. തേങ്ങാദീപം കത്തിക്കേണ്ടത് എങ്ങനെയെന്നുള്ള വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. നെല്ലിക്കാദീപം കത്തിക്കാം, അത് വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ദീപമെന്ന് പറയുന്നത് ഏതാണ്? ഉപ്പുദീപം കത്തിക്കാം. ഈ ഉപ്പുദീപം കത്തിക്കുന്നത് എല്ലാ വിധത്തിലുള്ള നെഗറ്റീവ് എനർജികളും നമ്മുടെ ഗൃഹത്തിൽ നിന്നും കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഉപ്പുദീപം കത്തിക്കാം. ഉപ്പുദീപം കത്തിക്കേണ്ടത് എങ്ങനെയെന്നും ഞാൻ വിശദമായ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് പോയി കണ്ടിട്ട് നമുക്ക് ഏത് ദീപമാണോ കത്തിക്കാൻ പറ്റുന്നത് ആ ദീപം കത്തിക്കുക. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ 5 തിരിയിട്ട് വിളക്ക് കത്തിക്കാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യുക. നെയ്യില്ലെങ്കിൽ എണ്ണ ഉപയോഗിച്ചിട്ടെങ്കിലും ഭദ്രദീപം കത്തിക്കാനായിട്ട് ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ഇനി നമ്മുടെ വീടുകളിൽ ഏലക്ക ഉണ്ടെങ്കിൽ, ശുദ്ധമായിട്ടുള്ള ഏലക്കയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ആ എണ്ണയ്ക്കകത്തേക്ക് ഒരു ഏലക്ക പൊട്ടിച്ചിട്ട് ഒന്ന് മുറിച്ചിട്ടിട്ട് കത്തിക്കുന്നത് വലിയ വിശേഷമാണ്. ഏലക്കാദീപം കത്തിക്കുന്നിടത്ത് മഹാലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ദിവസവും വേണമെങ്കിലും നമുക്ക് കത്തിക്കാം, അല്ലെങ്കിൽ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളൊക്കെ കത്തിക്കാം. എന്തു തന്നെയായാലും നാളത്തെ ദിവസം കത്തിക്കുക, അത് വലിയ വിശേഷമാണ്. ഇതൊക്കെ ചെയ്യുക. ഇങ്ങനെയുള്ള ദീപങ്ങളൊക്കെ കത്തിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ ഉള്ള നെഗറ്റീവ് എനർജീസൊക്കെ പുറത്തു പോകും. നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് ഉണ്ടാകും. രാവിലെയും വൈകുന്നേരവും നിർബന്ധമായും പ്രാർത്ഥിക്കുക. ക്ഷേത്ര ദർശനം പറ്റുന്നവരൊക്കെ ചെയ്യുക. പോകുമ്പോൾ നെയ്വിളക്ക് സമർപ്പിക്കുന്ന കാര്യം മറക്കാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. അതുപോലെ വീട്ടിലിരുന്ന് പരമാവധി സമയം പ്രാർത്ഥിക്കുക. ഭഗവാന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം ധാരാളമുള്ള ദിവസമാണ്. മറ്റു ചില ദേവന്മാരെ കൂടെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ഈ ദിവസത്തെ പ്രത്യേകതയും കൂടി അടുത്ത വീഡിയോയിലിടാം. അതെല്ലാവരും കണ്ടിട്ട് അതനുസരിച്ചിട്ട് ഈ നാളത്തെ ദിവസത്തെ പ്രാധാന്യം, അത്രയ്ക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് നാളത്തെ ദിവസം. ഒരുപാട് പ്രത്യേകതകളാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് യാതൊരു കുറവും വരുത്തരുത്. ക്ഷേത്ര ദർശനം കഴിയുന്നവരെല്ലാവരും ചെയ്യുക, പ്രാർത്ഥിക്കുക, ഇതാണ് ചെയ്യേണ്ടത്. അതുപോലെ അഷ്ടലക്ഷ്മി സ്തോത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്, അഷ്ടലക്ഷ്മികൾ ആരെല്ലാം എന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് അഷ്ടലക്ഷ്മികളെന്നും അവരുടെ ഭാവം എന്താണ്, രൂപം എന്താണ്, പ്രാർത്ഥന എങ്ങനെയാണ്, പ്രാർത്ഥിച്ചാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഗുണം, ഇതെല്ലാം വളരെ വിശദമായി തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് മഹാലക്ഷ്മി. ഐശ്വര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് മാത്രമല്ല, ആദിലക്ഷ്മി, ഗജലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, ഇങ്ങനെ അഷ്ടലക്ഷ്മിമാരാണ്. ഇതെല്ലാം നമുക്ക് വേണം. വിദ്യാലക്ഷ്മി, ധനലക്ഷ്മി, അതിലൊന്ന് മാത്രമാണ് ധനലക്ഷ്മി. അപ്പോൾ ഈ ഐശ്വര്യങ്ങളെല്ലാം ദേവി നമുക്ക് പ്രദാനം ചെയ്യുമ്പോൾ അതൊന്നും നഷ്ടപ്പെടാതെ അത് കാത്ത് പരിരക്ഷിച്ചു പോകുന്നത് പരിപാലകനായ മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് ഭഗവാനെയും പ്രാർത്ഥിക്കുക, ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയും കൂടെ എല്ലാവരും കാണണം. ഹരേ കൃഷ്ണ.